എടാ മോനെ, ഞാൻ പറയുന്നുണ്ടെന്ന് തോന്നരുത്. നിനക്ക് എത്ര വയസ്സായി? 30. എന്റെ മോക്ക് എത്ര വയസ്സായെന്നാ നിന്റെ വിചാരം? ആ, അവൻ അറിയത്തില്ല. എന്നാ മോള് പറ, മോക്ക് എത്ര വയസ്സായി? 20. അത് ചോദിക്കാനാണ് അച്ഛൻ ഇപ്പൊ ചേട്ടനെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. 10 വയസ്സ് വ്യത്യാസമാ നിങ്ങൾ രണ്ടുപേരും തമ്മില്. നിന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇത് സമ്മതിക്കുമായിരുന്നു. അച്ഛൻ ഈ പ്രായ വ്യത്യാസമൊക്കെ. നീ എന്തൊക്കെ പറഞ്ഞാലും നടക്കത്തില്ല. ചേട്ടാ സോറി, ചേട്ടൻ പൊക്കോ. അച്ഛൻ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതാ പ്രശ്നം. സംഭവം നടക്കുന്നത് 6 മാസം മുമ്പേ. അച്ഛാ, ദാ ഇവിടെ ആരാ വന്ന് നിക്കുന്നേ? ഫോണിൽ ഓം ശാന്തി ഓശാനയും കണ്ടിരുന്ന അശ്വതിയുടെ വീട്ടിലോട്ട് പാർട്ടി പിരിവിന് വന്ന എന്നെ കണ്ണും ചിരിയും കാണിച്ച് കാലമാടത്തി വളച്ചത് തൊട്ട് തുടങ്ങിയ പ്രശ്നമായിരുന്നു. ഒരാൾക്ക് ഒരിക്കലും അയാൾ ജീവിച്ച സമയങ്ങൾ പിന്നീട് തിരിച്ചു കിട്ടില്ല. പക്ഷേ അയാൾക്ക് മറ്റൊരാൾ വഴി ആ സമയങ്ങളിൽ വീണ്ടും ജീവിക്കാൻ പറ്റും. അശ്വതി വന്നതിന് ശേഷം ആ പഴയ മെമ്മറീസ് ഒന്നും കൂടെ ഞാൻ അനുഭവിക്കുന്നുണ്ട് അവളിലൂടെ. ഞാൻ ഒരു കാര്യം പറയാം, അവൾക്ക് നിന്റെ അനിയത്തിയുടെ പ്രായം പോലും ഇല്ല, എന്നിട്ടാണ് നീ അവളെ പുറകെ കിടക്കുന്നത്. എടാ, ഞാനും നീയൊക്കെ ഇപ്പൊ ശരിക്കും പറഞ്ഞ തന്തവൈബാ. നിന്റെ കൂടെ ഞാൻ സമയം ചെലവഴിക്കുമ്പോൾ എന്റെ മെച്യൂരിറ്റി ലെവൽ കുറയുന്നില്ല. പക്ഷെ എന്നെക്കാളും പ്രായം കുറഞ്ഞ ആളുടെ കൂടെ ഞാൻ സമയം ചെലവിടുമ്പോൾ എന്റെ പ്രായം തനിയേ കുറയും. എടി, നിനക്ക് ഈ ചെറുപ്പമായതാണോ പ്രശ്നം? 30 വയസ്സുള്ള കളവന്മാരെ ഒന്ന് കിട്ടിയോളെ പ്രേമിക്കാൻ. നല്ല വൈമാരെ കിട്ടത്തില്ല. എടി മോളെ, നമ്മക്കൊക്കെ കുറച്ച് മെച്ചൂരിറ്റി കുറവായി. ഞാൻ അയാളെ പാർട്ട്ണർ ആക്കിയാലേ എനിക്ക് മെച്ചൂരിറ്റി വരും, ലൈഫൊക്കെ സെറ്റിൽ ആവും. ഏതെന്നോ ചേച്ചി കണ്ട മാമാരെ പ്രേമിക്കാമെങ്കിൽ എനിക്കോ എന്താവാൻ? അത് പിന്നെ എനിക്ക് അപ്പുറത്തെ വിനയനോട് ഭയങ്കര പ്രേമം. എനിക്ക് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം. പ്രിയങ്ക ചോപ്രയൊക്കെ അങ്ങനെയല്ല. വേണോ? ഷുഗർ സിറ്റുവേഷൻ ഒക്കെ കുറച്ച് കോംപ്ലക്സ് ആണേലും നമ്മുടെ ലൈഫ് ഭയങ്കര കോമഡിയാ. ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ 2 ധ്രുവങ്ങളിലാണ് നിൽക്കുന്നത്. പക്ഷെ നമുക്കിടയിൽ ബിൽഡായി വരുന്ന ആ കെമിസ്ട്രി ഉണ്ടല്ലോ, അത് നല്ല സ്ട്രോങ് ആണെന്ന് പലപ്പോഴും ഫീൽ ആയിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് എന്നെ വീണ്ടും ഒരു പയ്യനാക്കാൻ സാധിക്കുന്ന പോലെ തന്നെ അവൾക്ക് എന്നോടുള്ള ലവ് എന്ന എനർജി ഉപയോഗിച്ച് അവളുടെ ബെസ്റ്റ് കൊണ്ടുവരാൻ ഗൈഡ് ചെയ്യാനും എനിക്ക് പറ്റുന്നുണ്ട്. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പുള്ളി എന്നെ അടിപൊളിയായിട്ടാ ടേക്ക് കെയർ ചെയ്യുന്നത്. അത് പോരെ എനിക്ക്. അച്ഛൻ ഒരിക്കലും സമ്മതിക്കാൻ പോണില്ല. എനിക്ക് മെച്ചൂരിറ്റി ഇല്ലെന്നൊക്കെയാ പറയുന്നത്. അവർക്ക് പേടിയാണത്തില്ലേ? 30 വയസ്സായിട്ടും സ്വന്തം കാര്യം നോക്കാത്ത ബാക്കിയുള്ളവരുടെ കാര്യം നോക്കി നടക്കൂല്ലേ ഞാൻ? തമാശ കളിക്കല്ലേ, എന്തു ചെയ്യണ്ടെന്ന് പറ. ഒരിക്കലും സമ്മതിക്കില്ലെങ്കിൽ നമുക്ക് ഒളിച്ചോടാം. ഒളിച്ചോടാനാ? ഒളിച്ചോടാനാ? എനിക്ക് കല്യാണപ്രായമായി, അതുകൊണ്ടാണ്. അപ്പൊ ഒളിച്ചോട്ടെ ഫിക്സ് അല്ലേ? അല്ല, ഇത്ര പെട്ടെന്ന് ഒളിച്ചോട്ടാൻ ഫിക്സ് ആയ. ഹലോ ഹലോ